ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പുള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണേ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കണേ. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ എന്തെങ്കിലും വീഡിയോയെക്കുറിച്ച് അറിയിക്കാനുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടും കൂടി ഒന്ന് അറിയിച്ചേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നോമ്പായതുകൊണ്ട് തന്നെ കുറച്ചൊരു മടി കാണും രാവിലെ എണീറ്റ് പണിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ എണീറ്റ് ഫ്രഷായി വന്നിട്ട് ആ ക്ഷീണം കൊണ്ട് എവിടെയെങ്കിലും കുറച്ച് നേരം കൂടെ ഒന്ന് ഇരിക്കാം അല്ലെങ്കിൽ കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരുന്ന് പോയാൽ പിന്നെ വീണ്ടും നമുക്ക് വീണ്ടും ക്ഷീണം അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യാതെ കുറച്ച് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് നടന്നിട്ട് പിന്നെ അല്ലെങ്കിൽ അടുക്കളയിൽ തന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്കും ഒന്ന് ഉഷാറാവും. ഇല്ല നമ്മൾ ഇരുന്ന് പോയാൽ വീണ്ടും ആ ക്ഷീണം അങ്ങനെ തന്നെ നിൽക്കും. ഒന്നാമത്തെ കാര്യം നമ്മൾ രാവിലെ താമസിച്ചായിരിക്കും കിടക്കുന്നത്. സുബഹിക്കൊക്കെ എണീറ്റ് പിന്നെ ഓതലും നിസ്കാരവും എല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചൊന്ന് നേരമൊക്കെ നല്ലതുപോലെ ഒന്ന് വെളുത്തതിന് ശേഷമായിരിക്കും പിന്നെ കിടന്നുറങ്ങുന്നത്. അപ്പോൾ എണീക്കുമ്പോഴത്തേക്കും നല്ല ക്ഷീണം കാണും. ഈ സമയത്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതിൻ്റെ ക്ഷീണം രാവിലെ എണീക്കുമ്പോൾ എന്തായാലും കാണും. കാരണം അലാറം വെച്ച് കഴിഞ്ഞാലും ഞാനാണെങ്കിൽ അലാറം വെച്ച് കഴിഞ്ഞാൽ 1 മണിക്ക് ഉണർന്ന് നോക്കും, 2 മണിക്ക് ഉണരും, 3 മണിക്ക് ഉണരും. ഇങ്ങനെ ഈ സമയത്തെല്ലാം ഉണർന്ന് നോക്കും. അലാറം കേട്ടാന്തോ ഞാനിനി ഓഫ് ചെയ്ത് വെച്ചതാണെന്തോ എന്നുള്ള ഒരു ടെൻഷനിൽ ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കും. നമ്മൾ വലിയവർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. മക്കളൊക്കെ ഉള്ളതുകൊണ്ട്, കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവർക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കൊടുക്കണമെന്നുള്ള ആ ഒരു ഇതിൽ ഒരു ടെൻഷനാണ്. പണ്ട് ഉമ്മയൊക്കെ പറയുമായിരുന്നു ഇതേപോലെ ഇങ്ങനെ 1 മണിക്ക് 2 മണിക്കുമൊക്കെ ഉണരുമെന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊക്കെ പറയുമായിരുന്നു കറക്റ്റ് സമയത്ത് അലാറം കേൾക്കുമല്ലോ, പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെയെന്ന് ചോദിക്കും. ഇപ്പം നമ്മളൊക്കെ ആ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതിൻ്റെ ആ ഒരു ഇതെന്തോന്നാണെന്നുള്ളത്. പിന്നെ രാവിലെ കുറച്ച് പണികളൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ളുഹർ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം കിടന്നുറങ്ങാം. അപ്പോഴും നല്ലോണം ഒന്ന് ഉറങ്ങാം. ആ സമയത്ത് നല്ലൊരു ഉറക്കം കിട്ടും. പണ്ടൊക്കെ ഉമ്മയൊക്കെ ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമല്ലേ നമ്മളതൊന്ന് വിളിക്കണം. അപ്പോൾ പല്ലും തേച്ചുകൊണ്ട് നേരെ വന്ന് ഫുഡിൻ്റെ മുമ്പേ ഇരിക്കും. അപ്പോൾ തൊണ്ടയിൽ ആരോ ഒന്ന് ഇറുക്കി പിടിച്ച് വെച്ചതുപോലെ ഇരിക്കും. താഴോട്ട് ഇറങ്ങുമല്ലോ ഫുഡ് കഴിച്ചാൽ. ഒന്ന് സംസാരിക്കുകയൊന്നുമില്ലല്ലോ, മിണ്ടാതെ വന്നിരുന്ന് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇറങ്ങുമല്ലോ. ഇപ്പോഴാണെങ്കിൽ നമ്മൾ എണീറ്റ് കുറച്ച് നേരമൊക്കെ നടന്ന് ഫുഡെല്ലാം ഉണ്ടാക്കി ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. അന്നൊന്നും അങ്ങനെ കഴിക്കാനൊന്നും തോന്നില്ല. മാത്രമല്ല എല്ലാവരും ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വെറുപ്പും വിദ്വേഷവും ഉള്ളതുപോലത്തെ ഒരു നോട്ടവും ഭാവവും ഒക്കെ ആയിരിക്കും ഇടയത്താഴത്തിന്. പിന്നെ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിഞ്ഞുകൂടല്ലോ. അവർക്ക് ഇടയത്താഴത്തിനാണെന്നോ പാതിരാത്രിയാണെന്നോ അതൊന്നും അറിയാൻ വയ്യ. പണ്ട് ഞങ്ങളുടെയൊക്കെ സമയത്താണെങ്കിൽ ഇടയത്താഴത്തിന് എണീക്കുമ്പോഴത്തേക്കും അനിയത്തി എന്ന ചെറുതാണ്, അവൾ വന്നിരുന്നു സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇരുന്ന് അങ്ങ് പറയും, അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സഹോദരനാണെങ്കിൽ പല്ല് തേക്കുന്നു, നേരെ ഫുഡിൻ്റെ മുമ്പ് വന്നിരിക്കുന്നു, ആരെയും മുഖത്തൊന്നും നോക്കില്ല, ഫുഡ് കഴിക്കുന്നു, ബാങ്ക് വിളിക്കാൻ കാത്തിരിക്കുന്നു, ബാങ്ക് വിളിച്ച ഉടനെ നമസ്കരിക്കുന്നു, പോയി കിടക്കുന്നു. ആ ഒരു ടൈപ്പാണ്. അപ്പം ഇവളെന്തെങ്കിലുമൊക്കെ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ചിരി വന്നാലും ചിരിക്കൂല, അങ്ങനെ ഒരു ദഹിപ്പിച്ചൊരു നോട്ടമുണ്ട് നോക്കും. എന്നിട്ട് നമുക്ക് നോമ്പ് 30 പുട്ടായിരിക്കും. അപ്പം പുട്ടല്ലേ തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങുകയില്ല. ഈ പുട്ടിങ്ങനെ അമങ്ങി വായ്ക്കകത്തിരിക്കുകയും ചെയ്യും, ഇവളെ ഇങ്ങനെ നോക്കുകയും ചെയ്യും. അങ്ങനെ എന്നിട്ട് രാവിലെ എണീറ്റിട്ട് അവളടുത്ത് പറയും, നിനക്ക് സ്കൂളിലെ വിശേഷങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നത് വരെ മൊത്തം പറഞ്ഞു തീർന്നിട്ട് കിടന്നോളണം. ഇടയത്താഴത്തിന് എണീറ്റ് സ്കൂളിലെ വിശേഷം ഒരു വക നീ വാ തുറന്ന് മിണ്ടിപ്പോവരുത്. അവളതെല്ലാം തലയായിട്ട് സമ്മതിക്കും. പിറ്റേ ദിവസവും കറക്റ്റ് അതേപോലെ അവൾക്ക് എന്തെങ്കിലും വിശേഷങ്ങൾ പറയാൻ കാണും. അന്നൊക്കെ നോമ്പ് പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും എത്ര നോമ്പ് പിടിച്ചെന്ന്. അപ്പോൾ മറ്റൊരാളിനേക്കാളും കൂടുതൽ നമുക്ക് പിടിക്കണമെന്നുള്ള ആ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് അന്നൊക്കെ നോമ്പ് പിടിച്ചുകൊണ്ടിരുന്നത്. റമദാൻ്റെ മഹത്വമൊന്നും അന്നൊന്നും അറിഞ്ഞൂടല്ലോ. പിന്നെ റമദാനുള്ള ഏറ്റവും വലിയൊരു വിഷമം ഈ തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടെൻഷൻ. അത് മുമ്പൊക്കെ ആണെങ്കിൽ കളയൂല, ഒഴിച്ച് അവിടെ തന്നെ വെച്ചേക്കും. പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും എടുത്ത് കളയണം, എന്നാലും അപ്പോഴും കളയാനൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. ഇപ്പം പിന്നെ ലിയോ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവന് കൊടുക്കും. ഇപ്പോഴൊക്കെ പിന്നെ സമയം പെട്ടെന്ന് പോകുന്നതുകൊണ്ട് നോമ്പ് മുറിക്കുന്നത് പെട്ടെന്ന് അങ്ങ് സമയം കഴിയും. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് നിസ്കരിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞ് കുറേ നേരം കളിച്ചാലും പിന്നെ മഗ്‌രിബാവാൻ പിന്നെയും ഒരുപാട് സമയമുണ്ട്. ഇപ്പം അങ്ങനെയല്ല, അവസാനം ബാങ്ക് വിളിക്കുന്നു, പെട്ടെന്ന് തന്നെ അടുത്ത മഗ്‌രിബാവുന്നു. പണ്ടങ്ങനെയൊന്നുമല്ല, വൈകുന്നേരം വന്ന് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കളിച്ചിട്ട് പിന്നെ ഒരുപാട് നേരം കളിച്ചാലും ഒന്നും മഗ്‌രിബാവൂല. ഇന്നത്തെ പിള്ളേർ നോമ്പ് പിടിച്ചാലൊന്നും വെയിൽ കൊള്ളാനോ ഒന്നും വെളിയിലൊന്നും ഇറങ്ങൂല. അന്ന് നമ്മളൊക്കെ അങ്ങ് വെയിലത്ത് കിടന്ന് ഇഷ്ടംപോലെ കളിക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇടിയപ്പം മുട്ടക്കറിയാണ് നോമ്പ് മുറിക്കുമ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് സമൂസ റെഡിയാക്കുന്നുണ്ട്.
നിങ്ങളും റമദാനാകുമ്പോഴത്തേക്കും പണ്ട് നോമ്പ് പിടിച്ചിരുന്നതും സ്കൂളിൽ പോയിരുന്നതും അതൊക്കെ ഓർമ്മിക്കാറില്ലേ? ഞാനാണെങ്കിൽ ഇവിടെ ഇരുന്ന് മക്കളുടെ അടുത്തെല്ലാം അതൊക്കെ പറയാറുമുണ്ട്. അങ്ങനെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഇടിയപ്പം എല്ലാം റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ ഞാൻ മുട്ട വേവിക്കാനായിട്ട് കുക്കറിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സമൂസയ്ക്കുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട അതിനും കൂടിയിട്ട് ഒരുമിച്ചാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ജ്യൂസൊന്നും റെഡിയാക്കിയിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ പെട്ടെന്ന് തന്നെ തണ്ണിമത്തനെടുത്തൊന്ന് കഴുകി ജ്യൂസ് അടിച്ചൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ തണ്ണിമത്തൻ ഇങ്ങനെ കൊട്ടി നോക്കും. അതെന്തിനാണെന്ന് എനിക്കിതുവരെയും പിടുത്തം കിട്ടിയിട്ടില്ല. ഞാൻ കൊട്ടി നോക്കിയിട്ട് എനിക്കൊന്നും അതിനകത്തൊന്നും അറിയാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ വാങ്ങുമ്പോഴത്തേക്കും അതൊന്ന് തട്ടി നോക്കിയിട്ട് വാങ്ങുന്നത് കാണാം. അതെന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ. ജ്യൂസ് അടിക്കാൻ മറന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. മുമ്പ് എവിടെയോ വായിച്ചതാണ്. ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞിട്ട് ഭാര്യ വിളിച്ച് ഹസ്ബൻഡിനോട് ചോദിച്ച്, ചേട്ടന് വരുമ്പോഴത്തേക്ക് എന്ത് ഫുഡ് റെഡിയാക്കണം? ബിരിയാണി വെക്കണോ? അതേ സദ്യ എന്തെങ്കിലും റെഡിയാക്കണോ? എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് സദ്യ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വൈഫ് വന്ന് എല്ലാ വിഭവങ്ങളും റെഡിയാക്കി പായസം ഉൾപ്പെടെയുള്ള എല്ലാം സദ്യക്കുള്ള എല്ലാം റെഡിയാക്കി വെച്ചു. ഹസ്ബൻഡ് വന്നു. നല്ല സന്തോഷത്തോടെ കൊണ്ടുവന്ന് ടേബിളിലെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഹസ്ബൻഡ് വന്നിരുന്നു. വിളമ്പാൻ നോക്കിയപ്പോഴത്തേക്കും ചോറ് വെച്ചിട്ടില്ല. ബാക്കി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഒരാൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ സംസാരത്തിനിടയ്ക്ക് തന്നെ പണികളെല്ലാം തീർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ ക്ലീനിങ്ങും കൂടെ അങ്ങ് നടന്നുകൊണ്ടിരിക്കും. പാത്രങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴപ്പോഴും അങ്ങ് കഴുകി മാറ്റുന്നത് കൊണ്ട് അതൊരു വലിയ ജോലിയായിട്ട് തോന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കഴിയും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ മറന്നുപോകല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.